ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. 2 ടീമുകളെയും ശുഭ്മാൻ ഗിൽ നയിക്കും. വാർത്തകൾ വിശദമായി. ജനാധിപത്യം, നിയമവാഴ്ച, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 4 ഇരട്ടിയായി വർദ്ധിച്ചതായി അദ്ദേഹം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. डेमोक्रेसी, रूल ऑफ लॉ और मल्टीलेटरलिज्म के प्रति हमारी साझा प्रतिबद्धता हमें नेचुरल पार्टनर्स बनाती है. 10 वर्षों में हमारा बायलैटरल ट्रेड लगभग 4 गुना बढ़ा है. पिछले 1 दशक में नॉर्डिक देशों से भारत में निवेश में लगभग 200% की बढ़ोतरी हुई है. ഓസ്ലോയിൽ നടന്ന 3ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നോർവേ, ഡെൻമാർക്ക്, ഫിൻലൻഡ്, ഐസ്ലൻഡ്, സ്വീഡൻ പ്രധാനമന്ത്രിമാരും പങ്കെടുത്തു. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റോമിലെത്തുന്ന പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി ഇറ്റലിയിലെ ഇന്ത്യൻ സമൂഹം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താനും ഇന്ത്യയെ വികസിത രാജ്യമാക്കാനും സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ബിസിനസ് റിഫോം സമ്മിറ്റ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിലെ ഭൗമ രാഷ്ട്രീയ പ്രതിസന്ധികളെ രാജ്യത്തെ ബിസിനസ് പ്രക്രിയകൾ വേഗത്തിലാക്കാനും വിതരണ ശൃംഖലകൾ മെച്ചപ്പെടുത്താനുമുള്ള അവസരമായി കണക്കാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്ത് പ്രവർത്തിക്കുന്ന 1800ഓളം ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്ററുകൾ വഴി 20 ലക്ഷം പേർക്ക് നേരിട്ടും 1 കോടി ആളുകൾക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുന്നുണ്ടെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി. There are about 1800 or so global capability centers that operate in India, and they're growing very, very rapidly. Within these centers, the number of people engaged are growing very rapidly. Today, almost 2 million jobs have been created in these GCCs directly and possibly 10 million jobs indirectly, with the entire ecosystem benefiting: real estate, the entire sale of equipment, sale of automobiles. The list is endless. ഈ വർഷം സെപ്റ്റംബർ 12, 13 തീയതികളിൽ ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. ഉച്ചകോടിയിൽ പുടിൻ പങ്കെടുക്കുമെന്ന് ദക്ഷിണാഫ്രിക്കയിലെ റഷ്യൻ എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. 1 വർഷത്തിനിടെ പുടിൻ നടത്തുന്ന 2ാമത്തെ ഇന്ത്യ സന്ദർശനമായിരിക്കും ഇത്. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് 2025 ഡിസംബറിലാണ് വ്ളാഡിമിർ പുടിൻ അവസാനമായി ഇന്ത്യയിലെത്തിയത്. മനുഷ്യജീവനും പൊതുസുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന അത്യന്തം അപകടകാരികളായ തെരുവ് നായകൾക്ക് ദയാവധം അനുവദിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി. ജസ്റ്റിസ് വിക്രംനാഥ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത, ജസ്റ്റിസ് NV അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് രാജ്യത്തുടനീളം വർദ്ധിച്ചുവരുന്ന തെരുവ് നായകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനായി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പ്രദേശങ്ങളിൽ നഗരസഭകൾക്ക് ദയാവധം നടപ്പാക്കാമെന്ന് കോടതി വ്യക്തമാക്കി. ഡൽഹിയിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് തെരുവ് നായകളുടെ കടിയേൽക്കുന്നതും പേവിഷബാധ ഏൽക്കുന്നതും മാധ്യമങ്ങളിൽ വാർത്തയായതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ജൂലൈ 28 കോടതി സ്വമേധയായി എടുത്ത കേസിലാണ് ഉത്തരവ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം വീണ്ടും തുറന്നുവിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനും സുപ്രീംകോടതി വിസമ്മതിച്ചു. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നു.
വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായം ഉണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് ഇന്ന് പുറത്തിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലിഫ് ഹൌസും മന്ത്രിമാർക്കായി 20 ഔദ്യോഗിക വസതികളുമാണ് അനുവദിച്ചിരിക്കുന്നത്. നിയുക്ത MLA-മാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ MLA-യുമായ ജി സുധാകരനാണ് പ്രോട്ടം സ്പീക്കർ. ഈ മാസം 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക വിദഗ്ധൻ നാരായണ, CDS ഡയറക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ നടത്തിപ്പിൽ പൂർണ്ണമായ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കണമെന്ന് മുൻപ് നടന്ന പരീക്ഷാ പ്രക്രിയയിൽ കണ്ടെത്തിയ എല്ലാ പോരായ്മകളും പൂർണ്ണമായി പരിഹരിച്ചുകൊണ്ടായിരിക്കണം പുനഃപരീക്ഷ നടത്തേണ്ടതെന്നും ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. പരീക്ഷാ ക്രമീകരണങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിലെ ജില്ലാ മജിസ്ട്രേറ്റുമാരുടെയും പോലീസ് സൂപ്രണ്ടുമാരുടെയും അടിയന്തര ഏകോപന ചർച്ചകൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദക്ഷിണ കൊറിയയിലെ സിയോളിലെത്തി. ഇന്ത്യയും കൊറിയയും തമ്മിലുള്ള പ്രതിരോധ സഹകരണവും തന്ത്രപരമായ പങ്കാളിത്തവും ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സന്ദർശന വേളയിൽ ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി ആൻ ഗ്യു ബാക്കുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യ കൊറിയ ബിസിനസ് റൌണ്ട് ടേബിളിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. സൈനിക കൃത്യത, വിവര നിയന്ത്രണം, നയതന്ത്ര സൂചനകൾ, സാമ്പത്തിക നിശ്ചയദാർഢ്യം എന്നിവ ഒത്തുചേർന്ന സമഗ്ര ദേശീയ മുന്നേറ്റമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഈ സൈനിക നടപടി ഭീകരവാദികൾക്ക് വൻ തിരിച്ചടിയായതായി അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ സെന്റർ ഫോർ ലാൻഡ് വാർഫെയർ സ്റ്റഡീസിൽ സംഘടിപ്പിച്ച സുരക്ഷയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് സുസ്ഥിര ദേശീയ വളർച്ചയ്ക്കായി സ്മാർട്ട് പവർ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു കരസേനാ മേധാവി. Operation Sindoor delivered military precision, information control, diplomatic signaling and economic resolve as one coherent national act. It struck deep, dismantled terror infrastructure, punctured a long-standing strategic assumption and then stopped deliberately and purposefully. The deliberate halt after 88 hours was smart power in its most complete expression, knowing exactly which instrument to apply, at what intensity and precisely when to convert a military movement into a strategic. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26 എത്താനാണ് സാധ്യത. അടുത്ത മാസം ആരംഭിക്കുന്ന അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. 2 ടീമുകളെയും ശുഭ്മാൻ ഗിൽ തന്നെയാണ് നയിക്കുക. ടെസ്റ്റിൽ ഋഷഭ് പന്തിനെ ഒഴിവാക്കി KL രാഹുലിനെ വൈസ് ക്യാപ്റ്റനായി നിയമിച്ചു. പന്തിനെ ഏകദിന ടീമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ശ്രേയസ് അയ്യരായിരിക്കും ഏകദിന ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ. മുൻനിര പേസർ ജസ്പ്രീത് ബുംറയ്ക്കും ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയ്ക്കും വിശ്രമം അനുവദിച്ചു. ഇംഗ്ലണ്ട് പര്യടനത്തിൽ ബുംറ തിരിച്ചെത്തുമെന്ന് ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. 2 ടീമുകളെയും ശുഭ്മാൻ ഗിൽ നയിക്കും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.